കാസ്റ്റിംഗ് കോച്ച് ഇല്ല എന്ന് പറയുന്നത് ഒരു കണ്ണടച്ചിരട്ടാക്കുന്ന പോലെയല്ലേ? പലപ്പോഴും അതിനെക്കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? അഭിപ്രായം. രാത്രി കാലങ്ങളിൽ നടികളുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? നടൻ സിദ്ദിഖിനെതിരെ മീറ്റു ആരോപിച്ച രേവതി സമ്പത്ത് എന്ന യുവതി കൂടുതൽ ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയത്. എപ്പോഴും നിർത്തുന്നു വിചാരിക്കടാ, പക്ഷെ ആ കുട്ടീനെ കറുമ്പോ പിന്നെ തുടങ്ങും. ഇത് ആരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇല തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ കഴിഞ്ഞ ഉടൻ സിദ്ദിഖ് എന്നോട് ഒരു ഓഫറിനെ കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് ക്ഷണിച്ചു. മനോഹരൻ ചേട്ടാ, ഇനി എന്തോന്ന് പറ്റാ? എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം. നാളത്തെ കാര്യം സംശയം. ആദ്യം തന്നെ ഞാൻ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാണോ എന്നാണ് സിദ്ദിഖ് ചോദിച്ചത്. ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ തിരികെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തന്റെ ആവശ്യങ്ങൾ കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ സെക്ഷുവൽ ഫാന്റസികൾ എന്നോട് ഷെയർ ചെയ്തു. സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നീണ്ട കൈവിരൽ നഖങ്ങളുള്ള സുന്ദരിമാരെ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് സിദ്ദിഖ് എന്നോട് പറഞ്ഞത്. കൊസ്തേപ്പുണ്ടല്ലോ, മുട്ടത്തോടിന് വിജാഗിരി വെക്കണേ. ഞാൻ പെട്ടു. ഏറെ നേരം സംസാരിച്ചിട്ടും ഞാൻ അദ്ദേഹത്തിന് വഴങ്ങിയില്ല എന്ന് വന്നപ്പോൾ സിദ്ദിഖ് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത്? ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. അയ്യോ, കഴിഞ്ഞില്ല, ഇനി കുറയും. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ നമ്മുടേതായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ ക്വസ്റ്റ്യനബിൾ ആണെന്നുള്ളൊരു അപ്പൊ നമ്മൾ എവിടെയാണ് പോയി കംപ്ലൈന്റ് പറയാം? നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് എന്താണ് ഗ്യാരണ്ടി? മാത്രമല്ല ഒരു ഭീഷണി സ്വരത്തിൽ സിദ്ദിഖ് തന്നോട് ഇങ്ങനെ പറയുകയും ചെയ്തു. എനിക്ക് സിനിമാ രംഗത്ത് വലിയ സ്വാധീനമാണ്, അതുകൊണ്ട് നിനക്ക് ഒരു ചുക്കും എനിക്കെതിരെ ചെയ്യാൻ കഴിയില്ല എന്നുമാണ് സിദ്ദിഖ് തന്നോട് പറഞ്ഞത് എന്നും ഇപ്പോൾ രേവതി വെളിപ്പെടുത്തുന്നു. കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്ക്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.